ടീം ബ്രസീലിന്റെ അവസ്ഥ ശോകമാണ്. ജെയിംസ് റോഡ്രിഗസ് എന്ന പായും പുലി. മാച്ച് സമനിലയിൽ. കൊളംബിയയും ബ്രസീലും ക്വാർട്ടറിലേക്ക്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നട്ട്. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 6:30 നടന്ന കോപ്പ അമേരിക്ക ലീഗ് സ്റ്റേജ് മത്സരം ബ്രസീൽ വേഴ്സസ് കൊളംബിയ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലെടുത്തു പറയേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്. ഒന്ന്, ബ്രസീൽ എന്ന ടീം. എന്താണ് ഈ ടീമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നെയ്മർ ഇല്ലാതെ ബ്രസീൽ എന്ന ടീമിന് കളിക്കാൻ പറ്റില്ല എന്നാണോ? അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണോ ഈ ടീം പോകുന്നത്? ശരിക്കും ഇന്നത്തെ ബ്രസീലിന്റെ കളി ഭയങ്കര പരിതാപകരമായിരുന്നു. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട കളിയായിരുന്നു. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഭയങ്കര രോമാഞ്ചമൊക്കെ വരുന്ന കളിയായിരുന്നു. പക്ഷെ എന്താ പറയാ, പതിയെ ബ്രസീൽ താഴേക്ക് പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ കളി കണ്ടത്. ശരിക്കും വിനീഷ്യസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റോഡ്രിഗോ പക്ഷെ റോഡ്രിഗോയുടെ ആ ഒരു റോള് മനസ്സിലാക്കുന്നില്ല. റോഡ്രിഗോ നെയ്മർ ചെയ്യുന്ന റോള് റോഡ്രിഗോയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം. പിന്നെ റാഫീനോ ഇന്ന് അത്യാവശ്യം നന്നായി കളിച്ചു. റാഫീനോ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, ഒരു ഫ്രീ കിക്ക് ഒരു ഗോളാക്കി മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട താരം ബ്രൂണോ ഗുമിയറസ് മാത്രമാണ്. ബ്രൂണോ ഗുമിയറസ് അദ്ദേഹം വളരെ എഫേർട്ടിട്ട് ഭയങ്കര എഫേർട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. ബ്രൂണോ ഗുമിയറസിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ബ്രസീലിയൻ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ബ്രൂണോ ഗുമിയറസ് മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഭയങ്കര, ആ ടീം മൊത്തത്തിലൊരു ശോകാവസ്ഥയിലാണ്. ഇന്ന് ആലിസന്റെ അടുത്തുനിന്ന് വരെ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ആലിസന്റെ അടുത്തുനിന്ന് അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും വരാത്ത ഒരു ഗോൾ കീപ്പറാണല്ലോ. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വരെ മിസ്റ്റേക്സ്, പല കാര്യങ്ങൾ. പിന്നെ കളിയിലുടനീളം ഫൗളുകൾ ഉണ്ടായിരുന്നു. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗൾ ചെയ്തു. എന്നാലും ബ്രസീൽ ഒരുപാട് തവണ ഫൗള് ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടു. എന്നിരുന്നാലും പറയേണ്ട മറ്റൊരു പേര് റോഡ്രിഗസ് ആണ്, ജെയിംസ് റോഡ്രിഗസ്. അദ്ദേഹം ഇന്ന് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. അദ്ദേഹം ബ്രസീലിനൊരു തലവേദനയായിരുന്നു. റോഡ്രിഗസിന് എടുത്ത ഫ്രീ കിക്കുകളായാലും കോർണേഴ്സ് ആയാലും എല്ലാം ഒരെണ്ണം പോലും കൊള്ളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഫ്രീ കിക്കുകളും ബ്രസീലിന്റെ ബോക്സിൽ വളരെ ഡേഞ്ചർ ഉണ്ടാക്കിയ ഫ്രീ കിക്കുകളായിരുന്നു. ആദ്യത്തെ പുള്ളിയുടെ ഫസ്റ്റ് ഫ്രീ കിക്ക് നമ്മൾ കണ്ടു, ക്രോസ് ബാറിൽ തട്ടി പുറത്തു പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് അദ്ദേഹം എടുത്ത ഫ്രീ കിക്ക് ഹെഡ് ചെയ്ത് കൊളംബിയ ഗോളാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡ് വിളിച്ചിട്ട് ഓഫ് സൈഡിൽ ആ ഗോള് ഡിസലോ ചെയ്യുകയാണ് ചെയ്തത്. എന്നിരുന്നാലും എല്ലാ ഫ്രീ കിക്കുകളും എല്ലാ കോർണേഴ്സുകളും ഭയങ്കര ഡേഞ്ചർ സൃഷ്ടിച്ചുകൊണ്ട് ഭയങ്കര തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രസീലിന്. അപ്പോൾ പിന്നെ ഡിയാസിനെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഡിയാസിന് വേണ്ട രീതിക്ക് പെർഫോം ഒന്നും ചെയ്തില്ല. ഡിയാസിനെ ബ്രസീൽ മാക്സിമം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഡിയാസിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഡിയാസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷ ഒരു കളി ഇതായിരുന്നില്ല. അത് വേറൊരു കാര്യം. എന്തായാലും 1-1 എന്ന സ്കോർ ലൈനിലാണ് കളി അവസാനിച്ചത്. രണ്ട് ടീമും എന്തായാലും ക്വാളിഫൈഡ് ആയി. ബ്രസീലിനെ സംബന്ധിച്ച് അടുത്ത വരുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ഉറുഗ്വേ ആയിട്ടാണ് ക്വാർട്ടർ ബ്രസീൽ കളിക്കേണ്ടത്. ഉറുഗ്വേ അറിയാമല്ലോ, ഉറുഗ്വേ ഇപ്പോൾ ഭയങ്കര തീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ലെജൻഡ് മാർസലോ ബിയൽസ എന്ന കോച്ച് തന്നെയാണ്. പുള്ളിയുടെ വരവോടുകൂടി ശരിക്കും ഉറുഗ്വേ എന്ന ടീം ഒന്ന് റീബോൺ ആയിരിക്കുകയാണ്. ശരിക്കും അവർ മൊത്തത്തിൽ. അപ്പോൾ മാർസലോ ബിയൽസയെ തോൽപ്പിക്കുക എന്നത് ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ ടീമിനെ സംബന്ധിച്ച് ഭയങ്കര പാടേറിയൊരു കാര്യമാണ്. പക്ഷേ ബിയൽസയെ തോൽപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടാറ്റിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്രസീലിന് പറ്റും. ബിയൽസ എപ്പോഴും ഭയങ്കര കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫോർമേഷൻ ആയാലും കാര്യങ്ങളൊക്കെ ആയാലും പുള്ളി യൂസ് ചെയ്യുന്നത് ഫുൾ ടോട്ടൽ അറ്റാക്കാണ്. ബാക്കിൽ നിന്ന് വരെ അറ്റാക്ക് വരും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലിനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കൗണ്ടറുകൾ തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മൾ പ്രീമിയർ ലീഗിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ലീഡ്സ് ആദ്യ ഇയറിൽ ലീഡ്സ് റെലഗേറ്റ് ആയതിനു ശേഷം പിന്നീട് ഹോം കമ്മിങ് നടത്തിയ സമയത്ത്
ലീഡ്സ് ഭയങ്കര ഒരു കമ്മിങ് ബാക്ക് ആയിരുന്നു നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ബിയൽസ ആണ് അവിടുത്തെ മാനേജർ. അപ്പോൾ ബിയൽസയുടെ പ്ലാൻസും അല്ലെങ്കിൽ ബിയൽസയുടെ ടാക്ടിക്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. പുള്ളിയെ ആർക്കും അങ്ങനെ തടയാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നീട് നമ്മൾ അടുത്ത സീസൺ ആയപ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ബിയൽസ തോൽക്കുന്നതാണ്. അവിടുന്ന് സാക്ക് ചെയ്യപ്പെടുക വരെ ചെയ്തു ലീഡ്സിൽ. അപ്പോൾ അതിൻ്റെ കാരണം ബിയൽസയെ നമുക്ക് നല്ല കൗണ്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു മാനേജറാണ്. അപ്പോൾ ബ്രസീലും ഇതൊക്കെ മനസ്സിലാക്കി അവർ ബെറ്റർ പ്ലേ നടത്തിയാൽ ക്വാർട്ടറിൽ നിന്ന് ജയിച്ച് സെമിയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളിയുടെ വിശേഷങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ടത്, ബ്രസീലിൽ നിന്ന് നമ്മൾ എന്തായാലും ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ആസ് എ ബ്രസീലിയൻ ഫാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ഇങ്ങനൊരു ബ്രസീലിനെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിൽ നിന്ന് ഞങ്ങൾക്ക് ബ്രസീലിയൻ ഫുട്ബോളാണ് വേണ്ടത്. ഇന്നത്തെ കളിയിൽ ബ്രസീലിയൻ ഫുട്ബോൾ എന്നൊരു സാധനം ഇല്ലായിരുന്നു. കഴിഞ്ഞ കളിയിലും അത് തന്നെ. കഴിഞ്ഞ കളിയിൽ 4 ഗോൾ വീണെങ്കിലും അത് ചിലപ്പോൾ ടീം സ്ട്രെങ്തിൻ്റെ പേരിലായിരിക്കാം. അതിന് മുമ്പ് കോസ്റ്ററിക്കയായിട്ടുള്ള കളി ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ ഒരു ബ്രസീലിയൻ ഗെയിം ബ്രസീൽ ടീമിൽ നിന്ന് കണ്ടിട്ട് നാൾ കുറേ ആയി. അപ്പം ഇനിയും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കാത്തിരിക്കാം ബ്രസീലിൻ്റെ യാത്ര എവിടെ വരെ പോകും എന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.